ഈ കിതാബിലുള്ളൊക്കെ നേരാന്ന് വെച്ച് വിചാരിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചു. അപ്പൊ ഇത് നേരല്ലേ? കിതാബിലുള്ളൊക്കെ അല്ലെങ്കിൽ നേരാ എന്നാണ് ഇത്ര വലിയ മഹാപണ്ഡിതനായ ആമൂര് മാമൂലിയാർ തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഇതാണ് വസ്തുത. ഇങ്ങനെ കിതാബിലുള്ള ഈ ജാതി കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിൽ നിന്ന് പോന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തില് ഒരിക്കൽ അരിയക്ബർ മൗലവി അവിടുന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇബ്രാഹിം നബിന്റെ ചരിത്രം എന്നെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനതങ്ങനെ കേട്ട് അങ്ങനെ പോയാ പോരാൻ, ഇവിടെ കണ്ടില്ല നേർച്ചാല് ഇവരിങ്ങനെ ഈ നേർച്ച നടത്തിയിട്ട് എന്നൊക്കെ കൂടിയും പറഞ്ഞു. അപ്പൊ കുറച്ച് ആൾക്കാർ അതങ്ങ് മുറിച്ചു കഴിഞ്ഞപ്പോ വലിയ പ്രശ്നമായി അത്. അതേപോലെ തന്നെ ഓമാനൂർ നേർച്ച കുറ്റിയുണ്ട്. മൂപ്പരത്തിന്റെ ഗൗരവം പറഞ്ഞപ്പോ സുന്നീന്ന് ഇങ്ങോട്ട് മുജാഹിദിക്ക് വന്ന ചില ആൾക്കാർ ആ കുറ്റിക്ക് പോയിട്ട് തീയിട്ടു. അവിടെ ആ ഗ്രാമത്തിൽ മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണ്. അപ്പോ ഇത് വലിയ വിവാദമായി. അതൊക്കെ പിന്നെ അങ്ങനെ പരിഹരിച്ച് പിന്നെ ആ പള്ളി രണ്ടു കൂട്ടർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ. ഒരു വെള്ളിയാഴ്ച വരെ നമ്മൾ ജുമാ എടുത്താന്ന് പറഞ്ഞ അരിയക്ബർ മൗലവി അങ്ങനത്തെ ആളാ. മൂപ്പര് ഭയങ്കര ധീരന. അവിടെയൊക്കെ പലപ്പോഴും വന്ന ആളാ. ആണ് കേറിയിട്ട് പിന്നെ മാളികയിൽ കേറിയിട്ട് നമുക്ക് അവിടെ ഖുത്ബ നടത്തുകയായിരുന്നു. അപ്പൊ അവിടെ കയറിയിട്ട് ഒരു ഖുത്ബ നടത്തി. അപ്പൊ പ്രശ്നമായി. അങ്ങനെ പോലീസൊക്കെ ഇടപെട്ട് അവസാനം എന്ത് ചെയ്തു, രണ്ടു കൂട്ടർക്കും അവിടെ മദ്യം പറഞ്ഞ് രണ്ട് പള്ളിയായി. അങ്ങനെ സ്വതന്ത്രമായിട്ട് ആ മഹലിൽ വളരെ ഉഷാറായിട്ട് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം, പള്ളിയും മദ്രസും വലിയ ഭംഗിയായിട്ട് ഇപ്പൊ നടന്നു പോകുന്നുണ്ട്. ആ നിലക്കുള്ള വളർച്ച ആമയൂര്, ഇരുവേറ്റി, കാവനൂര്, എളയൂര്. ഞാൻ പറഞ്ഞു വന്നത്, ആമയൂരിൽ 2 തവണ വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നാദാപുരത്ത് ഒരു വാദപ്രതിവാദം. അപ്പൊ അവിടെ ഇതിങ്ങനെ കേൾക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളും ഇതൊക്കെ കേൾക്കുമല്ലോ, കുറച്ചൊക്കെ അവർക്കും മനസ്സിലാവും. അപ്പൊ വാദപ്രതിവാദത്തിന് മുജാഹിദീങ്ങൾ തോറ്റു എന്നാണ് പ്രചരിപ്പിച്ചത്. അപ്പൊ അവിടെ ഒരു അമുസ്ലിം സുഹൃത്ത് പറഞ്ഞു, അവിടെ എന്തോ ഒരു ലാമ്പ് കട്ട വർത്താനാണ് അവിടെ പറഞ്ഞു കേൾക്കണത്. അപ്പൊ അവിടെ തൻഖത്തു കറാമാത്തുൽ ഔലിയായി എന്നും ലാ തൻഖത്തു കറാമാത്തുൽ ഔലിയായി എന്നും, അപ്പൊ അവിടെ ലാമുണ്ട് എന്നും ഇല്ലാന്നും ഒക്കെ ആയിട്ടായിരുന്നു ചർച്ച. അപ്പൊ ഇതുപോലെ ചില ലാമ്പ് കക്കലും ആമയൂര് വെച്ച് നടന്നത് ലാമ്പ് കത്തിച്ചു വെച്ചിട്ട് പോയതാ. ലാമ്പ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു വിളക്കുണ്ട്. അതിനാൽ ലാമ്പ് എന്ന് പറഞ്ഞാൽ വിളക്കാണെങ്കിൽ തന്നെ ലാമ്പ് വിളക്ക് കാരണിട്ട് ഒരു വിളക്കുണ്ടായിരുന്നു അന്ന് പോസ്റ്റുംകാരെ അറിയും പോലെ. ആ ജാതി ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഇവർ പതുക്കെ അവിടുന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ള ആമയൂരിന്ന്. പക്ഷെ അതിന്റെയൊക്കെ ഫലം പരിസര പ്രദേശങ്ങളിൽ വമ്പിച്ച രൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെയാണ് പാലക്കാട് നടന്ന വാദപ്രതിവാദത്തിൽ ഖുത്ബന്റെ ഭാഷയാണ് വിഷയം. ആദ്യ ദിവസം വിഷയം അവതരിപ്പിച്ച ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും രണ്ടാമത്തെ ദിവസം പിന്നെ അവിടെ വിഷയം അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം അവർക്കിടയിൽ ഉണ്ടായിരുന്ന ചിന്താക്കുഴപ്പാണ്. ഇതേപോലെ തന്നെ അവിടെ വെച്ച് നടന്ന മറ്റൊരു പ്രധാന സംഭവം വെള്ളിയാഞ്ചേരി വാദപ്രതിവാദമാണ്. ടി.പി. ആലുമൗലവി, മുജാഹിദ് പണ്ഡിതനായ ആലുമൗലവിയെ അസം മുസ്ലിയാർ വെല്ലുവിളിച്ചു. അത് കഴിഞ്ഞിട്ട് അസം മുസ്ലിയാരുടെ പ്രഭാഷണം വീണ്ടും വെള്ളിയാഞ്ചേരി വെച്ച് നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോ അവിടെ ഈ വെല്ലുവിളി ആവർത്തിക്കുകയാണ്. ഇന്ന് അതങ്ങ് സ്വീകരിച്ച് കളയാമെന്ന് തീരുമാനിച്ചു ഒരുങ്ങി. പക്ഷെ അസം മൗലിയാർ വന്നില്ല. വന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. അപ്പൊ അബൂബക്കർ മുസ്ലിയാര് പ്രസംഗം തുടങ്ങിയ ഉടനെ തന്നെ വല്ല കുറ്റിപ്പൊന്തയിലും മുജാഹിദ് മൗലവിമാർ ഒളിച്ചിരിക്കുന്നുണ്ടാകും, അവരെ പോയി പിടിച്ചുകൊണ്ടുവാ എന്ന് പറഞ്ഞു. ഇവിടെ മൈക്കും കെട്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കല്ലേ. ഉടനെ തന്നെ എന്ത് ചെയ്തു, നിങ്ങൾ പിന്നെ നേരത്തെ പ്രവർത്തകന്മാര് തമ്മിൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരുങ്ങിയിരിക്കാന്ന് മൂപ്പര് മനസ്സിലാക്കിയിട്ടില്ല. അത് അസമുസ്ലിയാർക്കേ അറിയുള്ളൂ. ഉടനെ തന്നെ ഇവിടുന്ന് മൈക്കൊട്ടിയിട്ട് പറഞ്ഞു, കുറ്റിപ്പൊന്തയിലും കാട്ടുപൊന്തയിലും ഒന്നും അല്ല, ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് തുടങ്ങേണ്ടത്, വ്യവസ്ഥ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങി. 5 മിനിറ്റ് രണ്ടു കൂട്ടരും സംസാരിക്കുകയാണ്. അതിൽ അവിടെ വെച്ച് സംസാരിച്ചതിന് യഥാർത്ഥത്തിലും മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് വന്നപ്പോ സംഭവിച്ചത് എന്താന്ന് വിചാരിച്ചാല്, തൊട്ട് അപ്പുറത്ത് വയത് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളെ പിന്നെ പ്രസിദ്ധനായ വയലിത്തറ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരിന്റെ മൂപ്പരെ കൊണ്ടുവന്നു. അങ്ങനെ വയലിത്തറ മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു വയലാണ്ട് തുടങ്ങിയിട്ട് അദ്ദേഹം 2 വിരലിങ്ങനെ അനക്കിയിട്ട് ചോദിച്ചു, ഈ വിരൽ ഇപ്പോൾ അനക്കിയത് ഞാനോ അതോ അള്ളാഹുവോ? എന്റെ കഴിവ് കൊണ്ടോ അതോ അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടോ? ഈ വിരൽ ഇപ്പോൾ അനക്കിയത് ഞാനല്ല, അത് അള്ളാഹുവാണ്. അള്ളാഹ് ഇപ്പൊ തന്നെ കഴിവ് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വയൽ അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ അങ്ങ് നിർത്തിയില്ല. അങ്ങനെയാണ് ആ സംഭവം അവസാനിക്കുന്നത്. ഇതുപോലെ കാരപ്പുറം എന്ന് പറയുന്ന മലപ്പുറം ജില്ലന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പ്രസംഗിച്ച ഉടനെ പള്ളിയിൽ നിന്ന് മൈക്ക് താഴെ എടുത്തു വെച്ചിട്ട് അവിടുത്തെ മുസ്ലിയാർ മറുപടി അങ്ങ് പറയും. ഒരു പ്രാവശ്യം ഞാനാണ് പോയത്. ഈ പ്രശ്നം വല്ലാതെ വിഷമാക്കിയപ്പോ ചെന്ന്. അപ്പൊ ഞാൻ വെറും പരലോകം മാത്രം അന്ന് പ്രസംഗിച്ച്,
ഉടനെ തന്നെ പരലോകത്തിനും മറുപടി. എന്തിനും മറുപടിയല്ലേ. ഇബ്നു തൈമിയ കാഫിറാണ്, ഇബ്നു അബ്ദുൽ വഹാബും കാഫിറാണ് എന്നിങ്ങനെ പറഞ്ഞ ഊക്കിലൊരാൾ ഇബ്നു ഉമറും കാഫിറാണ്, ഇബ്നു അബ്ബാസും കാഫിർ എന്ന് പറഞ്ഞ പോലെ മറുപടി പറഞ്ഞ ചില മറുപടി വീരന്മാരുണ്ട്. ഓൽക്ക് എന്തിനും മറുപടി. ആ രൂപത്തിൽ പരലോകത്തിനും മറുപടി. അപ്പൊ ഞാൻ അന്ന് നമ്മളെ പ്രവർത്തകരോട് പറഞ്ഞു, ഇനി ആരും പോണ്ട, അന്നത്തോടുകൂടി നമുക്കിത് തീരുമാനമാക്കുക. വേഗം ഭക്ഷണം കഴിച്ചു കണ്ട് എല്ലാവരും ഒരുങ്ങി വരീന്ന് പറഞ്ഞു. ഞാനും ഭക്ഷണം കഴിച്ചു, അവരൊക്കെ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച് റെഡിയായി. 2 മണിക്കൂർ മുസ്ലിയാരെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ മൈക്ക് കൊട്ടിയിട്ട് പറഞ്ഞു, ഇനി നിർത്തണം, ഇനി ഞാൻ പറയട്ടെ, ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടില്ല, ഇനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. മൈക്ക് പെർമിഷൻ നമുക്കാണ്, സദസ്സ് നമ്മളത്, നമ്മളെ പരിപാടിയുള്ള ദിവസം. പക്ഷെ നിങ്ങൾ പറഞ്ഞോളി, വിരോധമല്ല. അങ്ങനെ ഉടനെ ഞാൻ തുടങ്ങി. 1/2 മണിക്കൂർ ഞാൻ സംസാരിച്ചു. അതുവരെ അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറഞ്ഞുകൊണ്ട്. അപ്പൊ ഉടനെ അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ ഉസ്താദ് ഒരു ഫൈസി ഉണ്ട്, മൂത്താടം ഫൈസി, ഉസ്മാൻ ഫൈസിനെ കൊണ്ടുവരാൻ ആളെ അയച്ചു. പിന്നെ ഉസ്മാൻ ഫൈസി വന്നിട്ടാണ് 4ാമത്തെ സംസാരത്തിന് എഴുന്നേറ്റത്. അപ്പൊ അദ്ദേഹം വേറൊരു വിഷയം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശിഷ്യൻ പറഞ്ഞു കുടുങ്ങിയിട്ടാണ് ഉസ്താദിനെ കൊണ്ടുവന്നത്. ആ ശിഷ്യന് ഏത് ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ചോദിച്ചിട്ട് പോരെ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ ഉസ്താദ് അവിടെ തന്നെ ഇരുന്നിട്ട് ശിഷ്യൻ 2ാമത്, പിന്നെ ശിഷ്യൻ കയറി. അങ്ങനെ ഞങ്ങള് 1/2 മണിക്കൂർ, കാക്കാ മണിക്കൂർ, 10 മിനിറ്റ് അങ്ങനെ സംസാരിച്ച് സുബഹി ആയപ്പോ ഞാൻ പറഞ്ഞു, ഇനി ചിലപ്പോ ഞങ്ങൾക്ക് നിസ്കരിക്കണം, ആ കാര്യത്തിൽ സംശയമല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി തുടരാന്ന് പറഞ്ഞു. ആ നിസ്കരിക്കാൻ നിർത്തിയതിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ പോലീസ് വന്നു. അപ്പൊ മൈക്ക് പെർമിഷൻ കാണിച്ചു കൊടുത്തു. ഇവരിങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്യണം, അതുകൊണ്ടാണ് ഞങ്ങൾ മറുപടി പറയേണ്ടി വന്നത്. അവരെ മൈക്കൊക്കെ അഴിച്ചിട്ട് പോലീസ് എന്ത് ചെയ്ത് പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ അങ്ങനെ പോയി. ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ. ആ കൂട്ടത്തിലാണ് ഇപ്പൊ അവസാനമായി പിന്നെ നടന്നിട്ടുള്ള മറ്റൊരു സംവാദം. നമ്മളെ പിന്നെ കൊട്ടപ്പുറത്ത് വെച്ച് നടന്നിട്ടുള്ള വാദപ്രതിവാദം. അതും തവസ്സുൽ ഇസ്തിഗാസ തന്നെയായിരുന്നു പ്രധാനമായ വിഷയം. അതിൽ ആദ്യത്തെ 2 ദിവസം അവിടെയാണ് ഇങ്ങനെ തുരുതുര പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയത്തോരാൻ തുടങ്ങിയിട്ടുള്ളത്. അതെ, ആ വിധത്തിൽ ഇങ്ങനെ ഇസ്തിഗാസനെ സമർത്ഥിച്ചുകൊണ്ട് എഴുതിയപ്പോ ഓതി. ആ സംവാദത്തിൽ 3ാമത്തെ ദിവസം ചോദ്യോത്തരാണ്. അപ്പോ ചോദ്യം മുജാഹിദീങ്ങൾക്ക് ഉത്തരം മുട്ടിന്നാ പറയല്. മുജാഹിദീങ്ങൾ അവിടെ ചോദ്യം ചോദിക്കുക, കാന്തപുരം മറുപടിയും പറയാണ്. അപ്പൊ അവിടെ മുട്ടിയത് ഉത്തരാണ് മുട്ടിയതെങ്കിൽ ആർക്കാ മുട്ടേണ്ടത്? കാന്തപുരത്തിനാ മുട്ടേണ്ടത്. മുജാഹിദീങ്ങൾക്കാണ് മുട്ടിയതെങ്കിൽ ഉത്തരമല്ല മുട്ടേണ്ടത്, ചോദ്യം